ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 13 ദിവസമായി ഞങ്ങൾ ഹീലിംഗ് പ്രേയേഴ്സിൽ രാവിലെയും രാത്രിയിലും വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ല. അതിന്റെ കാരണം പലരും ഞങ്ങളോട് കമന്റ് സെക്ഷനിലൂടെ എഴുതി ചോദിച്ചിരുന്നു. ചില വ്യക്തികൾ ആവർത്തിച്ച് ഹീലിംഗ് പ്രേയേഴ്സ് സ്റ്റാർട്ട് ചെയ്യണം എന്നും ഞങ്ങളോട് അഭ്യർത്ഥിച്ചിരുന്നു. ചിലർ ഇതിന് കാരണം അന്വേഷിച്ചിരുന്നു. ഇതിന്റെ കാരണമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളോട് ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. അതിനാൽ അവസാനം വരെ ഇത് കാണുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്കും ഷെയറും ചെയ്ത് ഇത് നിങ്ങൾക്കറിയാവുന്ന അനേകരിലേക്ക് ഇത് എത്തിക്കണം എന്നും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. പിതാവായ ദൈവത്താൽ വിളിക്കപ്പെട്ട ഈശോയിൽ ഏറ്റവും അനുഗ്രഹീതരായ എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ, യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ നാം ഏവരും ഒരുമിച്ച് കൂടുന്ന ഈ നിമിഷത്തെ പ്രതി കർത്താവിന് ഞാൻ നന്ദി അർപ്പിക്കുന്നു. നാം ഒരുമിച്ച് പ്രാർത്ഥിച്ച ഓരോ നിമിഷങ്ങൾക്കായും ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. ഞങ്ങളുടെ ഈ ശുശ്രൂഷയിലൂടെ എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കളെയും സേവിക്കുവാൻ ദൈവം എന്നെയും എൻ്റെ ഭർത്താവിനെയും പ്രചോദിപ്പിച്ച ഈ അത്ഭുതകരവും അനുഗ്രഹീതവുമായ ഹീലിംഗ് പ്രേയേഴ്സ് എന്ന യൂട്യൂബ് ചാനലിനെ ഓർത്തും ഈ സമയം ഞാൻ ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. ഈ ചാനൽ കാണുകയും സബ്സ്ക്രൈബ് ചെയ്ത് അനേകരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുകയും ചെയ്യുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഓർത്ത് ഈ സമയം ഞാൻ ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. നിങ്ങളിൽ ഭൂരിഭാഗവും പ്രാർത്ഥനയിലൂടെ എൻ്റെ ശബ്ദം കേട്ടിട്ടുണ്ട്. ഞങ്ങളുടെ പഴയ വീഡിയോകളുടെ ഡിസ്ക്രിപ്ഷൻ വായിച്ചിട്ടുള്ളവർക്ക് എൻ്റെ പേര് അറിയാം എന്ന് ഞാൻ കരുതുന്നു. സമയക്കുറവ് കാരണം ഈ ഇടയായി വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ എഴുതാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. ഈ കാര്യത്തിൽ മാറ്റങ്ങൾ വരുത്താൻ ഞങ്ങൾ ശ്രമിക്കുന്നതായിരിക്കും. നിങ്ങളിൽ പലരും ഞാൻ ആരെന്നും എവിടെ നിന്നുമാണ് എന്ന് അറിയാൻ കമന്റ് സെക്ഷനിൽ കൂടി എഴുതി ചോദിച്ചതായി ഞാൻ ഇപ്പോൾ ഓർക്കുന്നു. എന്നാൽ എന്നെ പരിചയപ്പെടുത്തുവാൻ ഈ സമയം ഞാൻ ഉപയോഗിക്കുകയാണ്. എൻ്റെ പേര് ട്രീസ സാൽവഡോർ. എൻ്റെ ഭർത്താവിൻ്റെ പേര് ക്ലിഫേർഡ് സാൽവഡോർ. ഞങ്ങൾ രണ്ടുപേരും മുരിങ്ങൂർ ഡിവൈൻ റിട്രീറ്റ് സെന്റർ ഇംഗ്ലീഷ് വിഭാഗത്തിൽ ശുശ്രൂഷ ചെയ്യുന്നവരാണ്. ഞാനും എൻ്റെ ഭർത്താവും അവിടെ പ്രീച്ചിങ്ങും കൗൺസിലിങ്ങും ചെയ്യുന്നു. കൂടാതെ എൻ്റെ ഭർത്താവ് മ്യൂസിക് മിനിസ്ട്രിയും ചെയ്തിരുന്നു. അദ്ദേഹം ഇംഗ്ലീഷ് ധ്യാനത്തിന്റെ കോർഡിനേറ്ററും കൂടിയായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലുതും ജനപ്രിയവുമേറിയ കത്തോലിക്ക സഭയുടെ ധ്യാന കേന്ദ്രമാണ് മുരിങ്ങൂർ ഡിവൈൻ ധ്യാന കേന്ദ്രം. വർഷത്തിലെ എല്ലാ ആഴ്ചയിലും 7 ഭാഷകളിൽ താമസിച്ചുള്ള ധ്യാനങ്ങൾ നടത്തിപ്പോരുന്നു. 2018 വെള്ളപ്പൊക്കവും കോവിഡ് കാലഘട്ടവും ഒഴികെ 30 വർഷത്തിലേറെയായി ഈ കേന്ദ്രത്തിൽ ആഴ്ചതോറും പതിവായി ധ്യാനം നടക്കുന്നുണ്ട്. ദൈവത്തിന്റെ അത്ഭുതകരമായ കരമാണ് ഈ ധ്യാന കേന്ദ്രം സ്ഥാപിക്കാൻ ഇടയാക്കിയത്. റിട്രീറ്റ് ടീമിന്റെ അംഗമാകാൻ ഞങ്ങളെ ഈ കേന്ദ്രത്തിലേക്ക് നയിച്ചതും ദൈവത്തിന്റെ അത്ഭുതകരമായ കരം തന്നെ ആയിരുന്നു. കഴിഞ്ഞ 23 വർഷമായി ഞങ്ങൾ ഡിവൈൻ ഇംഗ്ലീഷ് ക്യാമ്പസിൽ പ്രസംഗിക്കുകയും കൗൺസിലിംഗ് നടത്തുകയും ചെയ്തു പോന്നു. ഇത്രയും വർഷം ഞാൻ എൻ്റെ സ്വന്തം വീട്ടിൽ പോലും ചെലവഴിച്ചിട്ടില്ല. ഈ 23 വർഷങ്ങളിലായി പല തരത്തിലുള്ള വ്യക്തികളുടെ ജീവിതത്തിൽ ദൈവാനുഗ്രഹം ഒഴുകിയെത്താനുള്ള ശക്തമായ ഉപാധിയായി എന്നെയും എൻ്റെ ഭർത്താവിനെയും ദൈവം എടുത്തുപയോഗിച്ചു. അത് നന്ദിയോടെ ഈ സമയം ഞാൻ ഓർക്കുകയാണ്. അത് പ്രസംഗത്തിലൂടെയും കൗൺസിലിങ്ങിൽ കൂടിയും മാത്രമല്ല, മറ്റുള്ളവരുമായുള്ള സൗഹൃദ സംഭാഷണത്തിലൂടെയും ഇടപെടലിൽ കൂടിയും പോലും ദൈവത്തിന്റെ അത്ഭുതകരം ഞങ്ങളിലൂടെ എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് സദാ ഞങ്ങൾ നിരീക്ഷിച്ചിരുന്നു. ഇത് മാത്രമല്ല, ഞാൻ പാകം ചെയ്യുന്ന ഭക്ഷണത്തിൽ കൂടി പോലും
അത് കഴിച്ചിരുന്നവരുടെ ജീവിതത്തെ ദൈവം സ്പർശിച്ചു. ഇത് പറയാൻ കാരണം എനിക്ക് ട്രീസാസ് കിച്ചൺ എന്ന ഒരു കുക്കിംഗ് ചാനലും ഉണ്ട് എന്ന് ഞാൻ ഈ സമയം നിങ്ങളെ അറിയിക്കുകയാണ്. ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് ഞാൻ ചേർക്കുന്നുണ്ട്. ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് അതും കൂടി നോക്കാം. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്ന് എന്തുകൊണ്ട് പുതിയ വീഡിയോകൾ ഇല്ല എന്ന് നിങ്ങളിൽ പലരും അന്വേഷിച്ചിരുന്നു. ഹീലിംഗ് പ്രേയേഴ്സ് പുനരാരംഭിക്കാൻ ചിലർ ഞങ്ങളോട് നേരിട്ടും കമന്റ് സെക്ഷനിലൂടെയും അഭ്യർത്ഥിച്ചിരുന്നു. ഞങ്ങളുടെ ചാനലിനോടുള്ള നിങ്ങളുടെ യഥാർത്ഥ താല്പര്യത്തിനും ഞങ്ങളുടെ ഈ ശുശ്രൂഷയോടുള്ള നിങ്ങളുടെ വിലയേറിയ പിന്തുണയ്ക്കും ഞങ്ങൾ ഈ സമയം നന്ദി പറയുന്നു. അതിനായി ഞങ്ങൾ ദൈവത്തിന് നന്ദിയുള്ളവരാണ്. ഞങ്ങൾക്ക് തികച്ചും അപ്രതീക്ഷിതവും അടിയന്തരവുമായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നതിനാൽ ഈ ചാനലിൽ രാവിലെയും രാത്രിയുമുള്ള വീഡിയോകൾ ഇടുന്നതിന് സാധിക്കാതെ പോയി. നിങ്ങളെ മനഃപൂർവ്വം നിരാശപ്പെടുത്തിയതല്ല, മറിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു തീരുമാനം പെട്ടെന്ന് എടുക്കേണ്ടതായി വന്നു. ഡിവൈൻ റിട്രീറ്റ് സെന്ററിലെ 23 വർഷത്തെ സേവനത്തിന് ശേഷം ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ശുശ്രൂഷ അവിടെ തുടരുന്നതിൽ നിന്നും ദൈവം ഞങ്ങളെ സ്നേഹപൂർവം അകറ്റുന്നതായി ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇതിന്റെ കാരണം എന്റെ മൂത്ത സഹോദരി 1 വർഷം മുൻപ് തന്റെ ഭർത്താവിനെ നഷ്ടപ്പെട്ടതിനെ തുടർന്ന് അഗാധമായി ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു പോരുന്നു. ഈ 1 വർഷം എന്റെ മറ്റു സഹോദരങ്ങൾ മാറി മാറി ചേച്ചിയുടെ കൂടെ സഹായത്തിനുണ്ടായിരുന്നു. എന്നാൽ അവർക്കെല്ലാം അവരവരുടെ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിരുന്നതിനാൽ എല്ലാവരും അവരവരുടെ സ്ഥലങ്ങളിലേക്കും ഭവനങ്ങളിലേക്കും മടങ്ങിപ്പോയി. ഒറ്റപ്പെട്ടുപോയ ചേച്ചിയുടെ നിസ്സഹായ അവസ്ഥയിൽ സഹായത്തിനായി ഞങ്ങളെ സമീപിച്ചു. ഞങ്ങൾക്ക് അവഗണിക്കാനാകാത്ത വിധം ചേച്ചിയുടെ അപേക്ഷ ഞങ്ങളെ സ്പർശിച്ചു. ഞങ്ങൾ വളരെയധികം പ്രാർത്ഥിച്ചു, ദൈവത്തോട് ആലോചന ചോദിച്ചു. ഡിവൈൻ റിട്രീറ്റ് സെന്ററിന്റെ ഡയറക്ടറോട് ഇതിനെക്കുറിച്ച് സംസാരിച്ചു. അവസാനം ആരും സഹായത്തിനില്ലാത്ത ചേച്ചിയുടെ കൂടെ നിന്ന് ചേച്ചിയെ സഹായിക്കണം എന്ന ഒരു തീരുമാനത്തിൽ ഞങ്ങൾ എത്തി. ഞങ്ങളുടെ ജീവിതമായിരുന്ന ശുശ്രൂഷ ഉപേക്ഷിക്കുക അത്ര എളുപ്പമായിരുന്നില്ല. ഈ തീരുമാനം ഞങ്ങളുടെ നിലനിൽപ്പ് ഇല്ലാതാകുമെന്ന ഒരു പ്രതീതി പോലെയായിരുന്നു. അതായത് ഒരു മത്സ്യത്തെ വെള്ളത്തിൽ നിന്ന് പുറത്തെടുക്കുന്നത് പോലത്തെ അവസ്ഥയായിരുന്നു അത്. എന്നിട്ടും ആ ഹൃദയവേദനയ്ക്കിടയിലും നിഷേധിക്കാനാവാത്ത ഒരു സമാധാനം ഞങ്ങളുടെ ഹൃദയത്തിൽ അനുഭവപ്പെട്ടു. ദൈവത്തിന്റെ ശക്തമായ കരങ്ങൾ ഞങ്ങളെ നയിക്കുന്നത് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു. നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എന്റെ മനസ്സിലുണ്ട്. നിങ്ങളുടെ നാശത്തിനല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ് അത്. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി എന്ന് പ്രവാചകനിലൂടെ അരുളി ചെയ്ത ദൈവം ഈ പുതിയ തീരുമാനത്തെ ഉൾക്കൊള്ളുവാൻ ഞങ്ങൾക്ക് ശക്തിയും കൃപയും നൽകി. ഞങ്ങളുടെ ജീവിതത്തിൽ ഇതാ ഞങ്ങൾ ഒരു പുതിയ അധ്യായത്തിലേക്ക് ചുവടുവെക്കുന്നു. ഞങ്ങൾ മുൻകൂട്ടി കണ്ടിട്ടില്ലാത്ത ഒരു അധ്യായം. ഇത് ദൈവത്തിന്റെ പദ്ധതികൾ എല്ലായ്പ്പോഴും ഉയർന്നതും മികച്ചതുമാണെന്ന് അറിഞ്ഞുകൊണ്ട് വിശ്വാസത്തോടെ ഞങ്ങൾ സ്വീകരിക്കുന്നു. ഇനി എന്ത് എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, എന്നാൽ ദൈവത്തിന്റെ തീരുമാനത്തെ ഞങ്ങൾ മാനിക്കുന്നു, അതിൽ ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഞങ്ങൾ ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ കുറെയൊക്കെ പാക്ക് ചെയ്ത് അവിടെ നിന്നും ഷിഫ്റ്റ് ചെയ്ത് ഞങ്ങളുടെ പുതിയ സാഹചര്യത്തിൽ എല്ലാം ക്രമീകരിക്കുന്നതിനാൽ ഒരു 13 ദിവസം വീഡിയോ ഇടാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല. എന്നാലും ഞങ്ങൾ നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിച്ചിരുന്നു എന്ന കാര്യം ഞാനിപ്പോൾ നിങ്ങളെ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ പുതിയ സ്ഥലത്ത് താമസമാക്കിയതിനാൽ ഞങ്ങൾ നിങ്ങൾക്കായി പതിവ് പോലെ വീഡിയോകൾ പോസ്റ്റ് ചെയ്യും. രാവിലെ 5 മണിക്കും രാത്രി 9 മണിക്കും. ഈ അപ്രതീക്ഷിത യാത്ര ആരംഭിക്കുമ്പോൾ ഞങ്ങളോടുള്ള നിങ്ങളുടെ സ്നേഹത്തെയും പ്രാർത്ഥനകളെയും
പിന്തുണയെയും ഞങ്ങൾ വളരെ അധികം അഭിനന്ദിക്കുന്നു. നിങ്ങളുടെ ക്ഷമയേറിയ കാത്തിരിപ്പിനായി ഒത്തിരി നന്ദി പറയുന്നു. ഹീലിംഗ് പ്രേയേഴ്സ് റീസ്റ്റാർട്ട് ചെയ്യണം എന്ന് പലരും ഞങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നു. അതിനായി ഞങ്ങൾ പ്രത്യേകം നിങ്ങൾക്ക് നന്ദി പറയുന്നു. എന്നാൽ പ്രത്യേകമായി വീഡിയോ അപ്ലോഡുകൾ പുനരാരംഭിക്കുവാൻ ഞങ്ങളോട് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിരുന്ന ഒരു സഹോദരൻ ജോയ് മാത്യുവിന് ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നും ഒത്തിരി നന്ദി പറയുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് വളരെ നന്ദി. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ പ്രക്രിയ വേഗത്തിലാക്കുവാൻ ഞങ്ങളെ പ്രചോദിപ്പിച്ചു. അതിനാൽ ഞങ്ങളുടെ എല്ലാ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും ഇതിലെ വീഡിയോകൾ ഷെയർ ചെയ്ത് അനേകരിലേക്ക് എത്തിച്ച് ഞങ്ങളുടെ ശുശ്രൂഷയെ പിന്തുണയ്ക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നും കോടി നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. അതിനാൽ പ്രിയപ്പെട്ട ഹീലിംഗ് പ്രേയേഴ്സ് ഫാമിലി മെമ്പേഴ്സ്, പ്രാർത്ഥനയുടെയും ശിഷ്യത്വത്തിന്റെയും ജീവിതത്തിലൂടെ ദൈവകൃപയാലും ശക്തിയാലും മനോഹരവും ഫലപ്രദവുമായ അർത്ഥവത്തായതുമായ ഒരു ജീവിതത്തിലേക്കുള്ള ഞങ്ങളുടെ യാത്രയിൽ വിജയിക്കാൻ നിങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. എല്ലാവരെയും നമ്മുടെ കർത്താവായ ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ഒത്തിരി സ്നേഹത്തോടും ഹൃദയം നിറഞ്ഞ നന്ദിയോടും നിങ്ങളുടെ സ്വന്തം സഹോദരി ട്രീസ സാൽവഡോർ. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. കർത്താവായ ദൈവമേ, ഈ പ്രഭാതത്തിൽ ഞങ്ങളെ വിളിച്ചുണർത്തി കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങൾക്ക് സുഖമായ ഉറക്കം നൽകി ഈ മനോഹരമായ പ്രഭാതം ഒന്നുകൂടി കാണുവാൻ അവിടുത്തെ കാരുണ്യം ഞങ്ങളെ വിളിച്ചുണർത്തിയതിനെ ഓർത്ത് ഈ സമയം ഞങ്ങൾ അങ്ങേക്ക് കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. ദൈവമേ, എൻ്റെ ഈ സഹോദരി സഹോദരങ്ങൾ ക്ഷമയോടും പ്രതീക്ഷയോടും കാത്തിരുന്ന ഹീലിംഗ് പ്രേയേഴ്സിന്റെ ഓരോ പ്രാർത്ഥനയെയും ഈ സമയം ഞാൻ അങ്ങയുടെ പാദപീഠത്തിലേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ ഇപ്പോൾ അവരുടെ ഹൃദയത്തിൽ ആഗ്രഹിക്കുന്ന ഓരോ ആവശ്യങ്ങളെയും ഈ സമയം ഞാൻ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവേ, ഇന്നത്തെ അവരുടെ ആവശ്യങ്ങളിൽ അവിടുന്ന് കൂടെയിരുന്ന് സഹായിക്കണം. ആരോടും പറയാൻ പറ്റാത്ത എന്നാൽ അവർക്ക് ഏറ്റവും ആവശ്യമായ ചില കാര്യങ്ങൾ അവർ പ്രതീക്ഷയോടെ ആഗ്രഹത്തോടെ അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന നിമിഷമാണ് ഇപ്പോൾ. കർത്താവെ, അവിടുത്തെ കരുണയുടെ കരം നീട്ടി അവരെ ഇപ്പോൾ തന്നെ സ്പർശിക്കണമേ. ഇതിൽ രോഗശാന്തി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ തന്നെ നിന്റെ അത്ഭുത കരം, നിന്റെ സൗഖ്യത്തിന്റെ കരം അവരുടെ മേൽ സ്പർശിച്ച് ഈ സമയം എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ നീ സ്പർശിച്ച് സുഖപ്പെടുത്തണമേ. ഇന്ന് ഏറ്റവും പ്രിയപ്പെട്ട അവരുടെ ആവശ്യത്തിന്മേൽ നീ കനിവുണ്ടാകണമേ. കർത്താവെ, അവർ പോകുന്ന വഴികളിൽ നീ അവർക്ക് മുന്നേ നടന്ന് വിജയവും മഹത്വവും നൽകി ഈ മക്കളെ നീ അനുഗ്രഹിക്കണമേ. അവരുടെ ചെറുതും വലുതുമായ എല്ലാ ആവശ്യങ്ങളിലും നീ അവരോട് കരുണ കാണിച്ച് വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവത്തിന്റെ വൻ കരങ്ങൾ, ദൈവത്തിന്റെ ശക്തമായ ഇടപെടലുകൾ ഇന്നത്തെ ദിവസം എൻ്റെ ഈ സഹോദരി സഹോദരങ്ങൾ കാണുന്നതിന് എൻ്റെ കർത്താവെ നീ ഇടയാക്കണമേ. ഞങ്ങളുടെ ഓരോരുത്തരുടെയും ചെറുതും വലുതുമായ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കുകയും എല്ലാവരെയും സ്നേഹിക്കുവാനും ക്ഷമിക്കുവാനുമുള്ള വലിയ കൃപ നൽകി ഇന്നത്തെ ദിവസം ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ എല്ലാ കഴിവുകളും ഇന്ന് ഉപയോഗിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. കർത്താവേ, അങ്ങ് തന്ന എല്ലാ ദാനങ്ങളെ പ്രതി, ഞങ്ങളുടെ ജീവനെ, ജീവിതത്തെ പ്രതി, കുടുംബത്തെ പ്രതി, ഞങ്ങളുടെ എല്ലാ അവസ്ഥകളെ പ്രതി ഇന്നത്തെ ദിവസം അങ്ങയുടെ സന്നിധിയിൽ നന്ദിയോടെ വ്യാപരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ ആഗ്രഹങ്ങളെ, ആവശ്യങ്ങളെ അവിടുന്ന് ഏറ്റെടുത്ത് ഇന്ന് വലിയ അനുഗ്രഹത്തിന്റെ ദിവസമാക്കി മാറ്റണമേ. പ്രതീക്ഷിക്കാത്ത അനുഗ്രഹങ്ങൾ ഇന്നീ മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. കർത്താവെ, കാലങ്ങളായി അവർ ആഗ്രഹിച്ചിരുന്ന വലിയ അനുഗ്രഹങ്ങളെ അവർക്ക് ഇന്നത്തെ ദിവസം തന്നെ നൽകി
അവരെ അനുഗ്രഹിക്കണമേ, അവരെ കൈകോർത്തു പിടിച്ച് സംരക്ഷിക്കണമേ. അവർ പോകുന്ന വഴികളിൽ എല്ലാം വിജയവും മഹത്വവും നൽകി, സംരക്ഷണം നൽകി, സൗഖ്യവും വിടുതലും നൽകി, സമാധാനവും ആശ്വാസവും നൽകി ഇന്നത്തെ ദിവസം എല്ലാം കൊണ്ടും മനോഹരമാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. സ്വർഗസ്സനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്ന് നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ച് നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളെ സംരക്ഷിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. എല്ലാ മഹത്വവും മാനവും ദൈവത്തിനുള്ളത്. നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളിലും ദൈവം ഇന്ന് നിങ്ങളെ സഹായിക്കും. ഈ വീഡിയോ നിങ്ങൾക്കറിയാവുന്ന എല്ലാവരിലേക്കും ഷെയർ ചെയ്തെത്തിക്കുക. ഞങ്ങൾക്ക് വേണ്ടി ഈ 13 ദിവസം കാത്തിരുന്ന നിങ്ങളെ ഓരോരുത്തരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.